എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു കാര്യം ഇന്ന് ആദ്യമായിട്ട് ചെയ്യാൻ പോവുകയാണ്. അതും ഫിൻലൻഡിൽ. ഞങ്ങളിന്ന് ബോട്ടിൽ ഫിഷിങ്ങിന് പോവുകയാണ്. ഇവിടെ വന്നിട്ട് വർഷം 2 ആയെങ്കിലും ഇതുവരെ ഇവിടുത്തുകാരായി അധികം അടുപ്പമൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിനൊരു അവസരം കിട്ടിയിട്ടുമില്ല. അങ്ങനെ എൻ്റെ ക്ലാസ്സിലെ ഫ്രണ്ട് ഇന്ന് ബോട്ടിൽ ഫിഷിങ്ങിന് പോകാമെന്ന് വിളിച്ചപ്പോൾ രണ്ടാമതൊന്നും ആലോചിക്കാതെ ഞാൻ ഓക്കെ പറഞ്ഞു. എൻ്റെ ഫ്രണ്ടിൻ്റെ ഇൻലോസിൻ്റെ ബോട്ടിലാണ് ഞങ്ങൾ പോകുന്നത്. മഞ്ഞൊക്കെ മാറി സ്പ്രിങ് തുടങ്ങിയതോടുകൂടി പ്രൈവറ്റ് ബോട്ട്സ് എല്ലാം കടലിലും കായലിലും ഒക്കെ നിറഞ്ഞു കിടപ്പുണ്ട്. ഇവിടുത്തെ ആളുകളുടെ ഒരു പ്രധാന വിനോദമാണ് ഫിഷിങ്. മഞ്ഞാണെങ്കിലും മഴയാണെങ്കിലും ഇതിന് മാത്രം പ്രത്യേകിച്ച് മുടക്കമൊന്നുമില്ല. ആദ്യമായിട്ട് ബോട്ടിൽ മീൻ പിടിക്കാൻ പോകുന്നതിൻ്റെ സകല എക്സൈറ്റ്മെൻറ്റും എനിക്കുണ്ട്. നീന്തൽ അറിയാത്തവർ സേഫ്റ്റി ജാക്കറ്റ് ഇട്ടോളാൻ പറഞ്ഞതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ മേടിച്ചിട്ടു. ഇനിയിപ്പോൾ നീന്തൽ അറിഞ്ഞാൽ തന്നെ ഈ തണുത്ത വെള്ളത്തിൽ വിറച്ച് ചാവാനുള്ള സകല സാധ്യതകളുമുണ്ട്. സ്പ്രിങ് തുടങ്ങിയതിന് ശേഷം വിൻ്റർ എല്ലാ വർഷവും ഒരു കംബാക്ക് നടത്താറുണ്ട്. ഒരു സ്നോഫോൾ കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ കടലിലേക്ക് പോകുന്നത്. അതുകൊണ്ട് വിൻ്റർ ഔട്ട്ഫിറ്റ്സ് എല്ലാം ഇട്ടിട്ടാണ് ഞാൻ പോയത്. വിൻഡ് സ്പീഡ് 42 km/h ആയതുകൊണ്ടും ടെമ്പറേച്ചർ വളരെ കുറവായതുകൊണ്ടും എല്ലാവരും തണുത്ത് വിറച്ചാണ് തിരിച്ചു വന്നത്. മീൻ പിടിക്കാനുള്ള എല്ലാ സാധന സാമഗ്രികളും ബോട്ടിലുണ്ടായിരുന്നു. ഇത്രയും പ്രൊഫഷണൽ ടൂൾസ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നതും ഉപയോഗിക്കുന്നത്. ബോട്ടിലെ റഡാറിൽ നമുക്ക് എത്ര മീൻ താഴെയുണ്ടെന്നും അത് എന്തോരം ആഴത്തിലാണുള്ളതെന്നും ഈ സ്ക്രീനിൽ നോക്കിയാൽ കാണാൻ പറ്റും. മീക്കയാണ് എല്ലാം പറഞ്ഞു തരുന്നത്. ഞങ്ങൾ ഡ്രോവിങ്ങും ട്രോളിങ്ങും ബോബിങ്ങും ആണ് ചെയ്തത്. നല്ലൊരു സ്പോട്ടിലെത്തി മീൻപിടുത്തം തുടങ്ങിയതോടുകൂടി എല്ലാവർക്കും നല്ല ഉത്സാഹമായി. പിന്നെ തണുപ്പൊന്നും ആരും മൈൻഡാക്കിയത് പോലും ഇല്ല. എല്ലാവർക്കും ഉള്ള എക്യുപ്മെൻറ്റ്സ് ഇല്ലാത്തതുകൊണ്ട് കുറച്ച് നേരം ഞാനാണ് ഡ്രൈവ് ചെയ്തത്. ഞങ്ങൾ മീൻ പിടിക്കാൻ പോയത് വൂസാരിയിലാണ്. മെട്രോ പോകുന്ന ബ്രിഡ്ജാണ് ആ കാണുന്നത്. ഫിൻലൻഡ് അറിയപ്പെടുന്നത് ലാൻഡ് ഓഫ് 1000 ലേക്സ് എന്നാണ്. പക്ഷേ ഇവിടെ ഒരുപാട് ഐലൻഡ്സും ഉണ്ട്. ഏകദേശം 2 ലക്ഷത്തോളം ചെറിയ ചെറിയ ദ്വീപുകളുള്ള ഒരു സ്ഥലമാണ് ഫിൻലൻഡ്. അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഇതിനെ ലാൻഡ് ഓഫ് 1000 ഐലൻഡ്സ് എന്നും കൂടെ വിളിക്കാം. പുറമെ നിന്ന് നോക്കുമ്പോൾ ഇത് ഹാപ്പിയസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ് ആണ്. ലൈഫിലെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഒരുപാട് സന്തോഷം കണ്ടെത്തുന്നവരാണ് ഫിന്നിഷുകാർ. പക്ഷേ പുറത്തുനിന്ന് വരുന്നവർക്ക് ഇവിടെ സന്തോഷം കണ്ടെത്താൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതിന് ഏറ്റവും വലിയ കാരണം തൊഴിലില്ലായ്മയാണ്. ജോലി കണ്ടെത്തുന്നതിനുള്ള ബുദ്ധിമുട്ട് രണ്ടാമതൊരു കാരണമാണ്. ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രി അല്ലാത്തതുകൊണ്ട് ഫിന്നിഷ് കൾച്ചറിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യുക അത്ര എളുപ്പമല്ല. 90% ജോലികളും ഫിന്നിഷ് സ്വീഡിഷ് ഭാഷ ആവശ്യമുള്ള ജോലികളാണ്. വളരെ ചെറിയ പോപ്പുലേഷനുള്ള ഒരു രാജ്യത്ത് ജോലിസ്ഥലം കണ്ടുപിടിക്കുന്നത് വളരെ ബുദ്ധിമുട്ടാവാൻ കാരണം ഇവിടുത്തെ ഹിഡൻ ജോബ് മാർക്കറ്റാണ്. ജോബ് വേക്കൻസി അനൗൺസ് ചെയ്യുന്നത് വെറും ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി മാത്രമാണ്. റെക്കമെൻഡേഷൻ അല്ലെങ്കിൽ റെഫറൽ വഴി ആളുകളെ ഓൾറെഡി റിക്രൂട്ട് ചെയ്തിട്ടുണ്ടാകും. അതൊന്നും അറിയാതെ ആളുകൾ 100 കണക്കിന് ജോലിക്ക് അപേക്ഷിക്കുന്നു. എനിക്ക് നാട്ടിൽ നിന്നും ഇടയ്ക്ക് ആളുകൾ മെസ്സേജ് അയക്കാറുണ്ട്. ഇവിടെ അഡ്മിഷൻ കിട്ടി, ജോലി സാധ്യത ഉണ്ടോ, ഫാമിലി ആയിട്ട് വരാനാണ്, ഏജൻസി പറയുന്നത് പാർട്ട് ടൈം ജോലി കിട്ടും എന്നൊക്കെയാണ്. എൻ്റെ അഭിപ്രായത്തിൽ പഠിക്കാൻ വരാൻ നല്ല സ്ഥലമാണിത്. പക്ഷേ പഠിത്തത്തിനൊപ്പം ജോലി ചെയ്ത് നാട്ടിലെ ലോൺ അടയ്ക്കാം എന്നോർത്ത് ഇങ്ങോട്ട് വരരുത്. പഠിത്തം കഴിഞ്ഞ് 8 വർഷത്തോളം ജോലി കിട്ടാതിരുന്ന ഫിന്നിഷുകാർ വരെ ഇവിടെ ഉണ്ട്. ഫിന്നിഷ് അറിയാവുന്നവർക്ക് കിട്ടാത്ത ജോലി ഫിന്നിഷ് അറിയാതെ വർക്ക് എക്സ്പീരിയൻസ് ഇല്ലാതെ വരുന്നവർക്ക് കിട്ടും എന്ന് തോന്നുന്നുണ്ടോ? ഏജൻസി പറയുന്നത് കണ്ണടച്ച് വിശ്വസിച്ച് പേയ്മെൻറ്റ് ചെയ്യാതെ ഇവിടെ ഉള്ളവരുമായി കോൺടാക്റ്റ് ചെയ്ത് ഒരു 10 പേരുടെയെങ്കിലും അഭിപ്രായം കേട്ടതിന് ശേഷം ഒരു തീരുമാനം എടുക്കുക. ഓരോരുത്തർക്കും വ്യത്യസ്ത സാഹചര്യങ്ങളായിരിക്കും. ആളുകളുമായിട്ട് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് ജോലി കിട്ടാൻ സാധ്യതയുണ്ട്. ഇനി വർക്ക് വിസ കിട്ടി വരുന്നവരാണെങ്കിലും വിസ റൂൾസ് ആൻഡ് റിക്വയർമെൻറ്റ്സ് അപ്ഡേഷൻസ് നോക്കാൻ ശ്രദ്ധിക്കണം. ഏജൻസി എല്ലാ ന്യൂസും ഫോളോ ചെയ്യാൻ സാധ്യതയില്ല. ഇനി അവർക്ക് അറിയാമെങ്കിലും ആളുകൾ സത്യം പറഞ്ഞാൽ ഇങ്ങോട്ട് വരുന്നത് കുറയുമെന്ന് കരുതി എല്ലാം പുറത്ത് പറയുകയില്ല. ഒരു രാജ്യവും അവരുടെ നെഗറ്റീവ്സ് പബ്ലിക്കായിട്ട് അനൗൺസ് ചെയ്യുകയില്ലല്ലോ. സോ ഇതൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടത് നമ്മുടെ ചുമതലയാണ്. വർക്ക് വിസയിൽ നിൽക്കുന്നവരുടെ ജോലി പോയാൽ 3 മാസത്തിനുള്ളിൽ പുതിയ ജോലിയിൽ കയറാൻ കഴിഞ്ഞില്ലെങ്കിൽ അവരുടെ വിസ ക്യാൻസൽ ചെയ്യും. ഇനി യൂറോപ്പ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വരുന്നവരാണെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷനായിരിക്കും. പഠിത്തത്തിൻ്റെ കൂടെ ഷെങ്കൻ കൺട്രീസ് എല്ലാം അഫോർഡബിളായിട്ട് നമുക്ക് ഇവിടുന്ന് വിസിറ്റ് ചെയ്യാം. ഇനി നമുക്ക് ബോട്ടിലേക്ക് തിരിച്ചു വരാം.
മീൻപിടുത്തത്തിൻ്റെ ഇടയിൽ ബോട്ടിൽ വെള്ളം കയറിയത് ഞങ്ങൾ ആരും അറിഞ്ഞില്ല. ഒരു പൈപ്പ് ഞങ്ങൾ അടയ്ക്കാൻ മറന്നുപോയായിരുന്നു. അതുകൊണ്ട് എല്ലാവരുടെയും ഷൂസും സോക്സും ഒക്കെ നനഞ്ഞു. ഈ തണുപ്പിൻ്റെ കൂടെ അത് നനഞ്ഞാലുള്ള കാര്യം പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. മീനൊന്നും കിട്ടിയില്ല, പക്ഷെ ഞങ്ങൾ തിരിച്ചു പോവാണ്. അപ്പം ശരി, ബൈ.